കുസും സോളാർ പദ്ധതിയിൽ അനോട്ട് കോടികളുടെ ക്രമക്കേട് നടന്നുവെന്ന് ആരോപിച്ച് വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകിയിരിക്കുകയാണ് രമേശ് ചെന്നിത്തല. അനോട്ട് നടത്തിയ 100 കോടിയോളം രൂപയുടെ ക്രമക്കേടുകളെ പറ്റി വിശദമായ അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യം. അനോട്ട് സിഇഒയെ ഒന്നാം പ്രതിയാക്കി തെളിവ് സഹിതമാണ് പരാതി നൽകിയത് എന്നും പറയുന്നുണ്ട്. PR പ്രവീണാണ് വിവരങ്ങളുമായി ചേർന്നത്. പ്രവീണ, ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളൊക്കെയും പുറത്തു വന്നിട്ടും പിന്നീട് അനക്കമൊന്നും ഉണ്ടായില്ല. നേരത്തെ രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനത്തിലൊക്കെ പറഞ്ഞത് ഇതെല്ലാം വകുപ്പ് മന്ത്രി അറിഞ്ഞുകൊണ്ടാണ്. അനോട്ടിനെ ഒന്ന് ഇളക്കി വിട്ടാൽ 1000 കോടിയിലധികം രൂപയുടെ ക്രമക്കേട് പുറത്തു വരുമെന്നൊക്കെയാണ്. ഇപ്പോൾ ചെന്നിത്തല പരാതി നൽകിയിട്ടുണ്ട്. പരാതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? രൂപയിലേറെയുള്ള ക്രമക്കേടുകളെ പറ്റി വിശദമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയായ രമേശ് ചെന്നിത്തല വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകിയിട്ടുള്ളത്. പദ്ധതിയുടെ നടത്തിപ്പിന്റെ തുടക്കം മുതലുള്ള ക്രമക്കേടുകളും ടെൻഡർ നടപടികളും അന്വേഷണ വിധേയമാക്കണമെന്ന് പരാതിയിൽ പറയുന്നുണ്ട്. മുഴുവൻ തെളിവുകളും രേഖകളും സഹിതമാണ് പരാതി നൽകിയിരിക്കുന്നത്. മാത്രവുമല്ല, അനോട്ട് സിഇഒയെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. 5 കോടിക്കകത്ത് മാത്രം ടെൻഡർ വിളിക്കാൻ അർഹതയുള്ള അനോട്ടിന്റെ സിഇഒ 240 കോടി രൂപയുടെ ടെൻഡറാണ് വിളിച്ചിരിക്കുന്നത്. 2022 ഓഗസ്റ്റ് 10 പുറപ്പെടുവിച്ച ആദ്യ ടെൻഡർ മുതൽ ക്രമക്കേടുകളുടെ ഒരു ഘോഷയാത്രയാണെന്നും ഈ പരാതിയിൽ പറയുന്നു. ഇതിനെതിരെ എല്ലാ നടപടി കൃത്യമായി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് എല്ലാ തെളിവുകളോടും കൂടി ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. PR പ്രവീണയാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.